നമുക്കേ നമ്മുടെ 90കളുടെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ബസ് യാത്ര നടത്തിയിട്ട് വന്നാലോ? നമ്മുടെ KSRTCയുടെ വിന്റേജ് ബസ്സിൽ ഒരു യാത്ര. ഈ സെറ്റപ്പ് ഒന്നും കണ്ട് ആരും സംശയിക്കണ്ട, ഇത് 2025 തന്നെയാണ്, 90s ഒന്നുമല്ല. നമുക്കറിയാം ഈ ഒരു വിന്റേജ് സ്റ്റൈലുള്ള ഈ ബസ് നമ്മുടെ പഴയകാല നൊസ്റ്റാൾജിയും ഓർമ്മകളും ഒക്കെ ഉണർത്തുന്ന ഈ ബസ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ, പ്രത്യേകിച്ച് 90സിനൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ നൽകുന്ന ഈ ബസ് നഗരത്തിൽ സർവീസ് നടത്തുമ്പോൾ അതിന് സ്വീകാര്യത ഏറുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ബസ്സിലുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ബസിന്റെ ഒരു യാത്ര? ആ നൊസ്റ്റാൾജിയൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് നമുക്ക് യാത്രക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ 90സിന്റെ ഓർമ്മയൊക്കെ, വിന്റേജ് ഓർമ്മയൊക്കെ വരുന്നില്ലേ? ഇപ്പം കണ്ടക്ടർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പുതിയ ഇതാണെന്നുള്ളത്. കംഫർട്ടബിൾ തോന്നുന്നു, ഒരു പുതുമ തോന്നുന്നു. 10 പൈസ യാത്ര, 10 പൈസക്ക് യാത്ര. അന്നത്തെ ബസ് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സുഖമായി. 10 പൈസക്ക് എവിടം വരെ, എവിടം തൊട്ട്? നേമം മുതൽ തിരുവനന്തപുരം വരെ ഹാഫ് ടിക്കറ്റ്. 10 പൈസക്ക്. അന്ന് ഇതുപോലെ എവിടെയായിരുന്നു ഈ ബസ് സ്റ്റോപ്പ് ഒക്കെ, അതായത് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? പാപ്പനകോടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പഴയകാല ബസ്സിനെ കുറിച്ച് നമുക്ക് ഡ്രൈവറോട് ചോദിക്കാം, എങ്ങനെയുണ്ട് അനുഭവം, എങ്ങനെയുണ്ട്, പഴയകാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ വളരെ നല്ല സന്തോഷമാണ്. എല്ലാവരും കാണുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി, ഒരു പ്രത്യേകതയുണ്ടല്ലോ, പഴയ വണ്ടിയല്ലേ, പഴയ വണ്ടിയൊക്കെ കുട്ടിക്കാലത്തും അതുപോലെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഒരു കൗതുകത്തോടു കൂടി എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. ചുമ്മാ എങ്ങും പോകണ്ടെങ്കിൽ പോലും ഇതിൽ കയറി സഞ്ചരിക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പ് വരെ ഇറങ്ങാനായിട്ട് പാസഞ്ചേഴ്സ് കയറുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും നല്ല സുഖമുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ ഇപ്പോഴത്തെ ബസ്സും ഈ ബസ്സും തമ്മിൽ? ഡ്രൈവ് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഒരു 10-12 വർഷം പഴക്കമുള്ള ബസ്സാണ്. എഞ്ചിൻ അതിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്താണ്. ബോഡി മാത്രം പഴയ മോഡലിലാക്കി. ബോഡിയും പുതിയതാണ്, ഇത് പഴയ മോഡലില് മാനുഫാക്ചറിങ് ചെയ്തു, അത്രേ ഉള്ളൂ. ബസ് ഇപ്പോൾ സാധാരണ ഓടുന്ന ബസ് തന്നെയാണ്. ലൈലൻഡിന്റെ, അശോക് ലൈലൻഡിന്റെ ഒരു 10-12 വർഷം പഴക്കമുള്ള ബസ്സാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രത്യേകിച്ച് പണ്ടത്തെ ലിവർ കണ്ടോ? അതെ അതെ, ഒരു വിന്റേജ് മോഡലിൽ ചെയ്തിരിക്കുകയാണ്. ഒരു നൊസ്റ്റാൾജിയ വയസ്സായിട്ടുള്ളവർക്കൊക്കെ കാണുമ്പോ തോന്നും. ഈ ഡാഷ്ബോർഡ് പഴയ സമാന ആകൃതിയിലാണ് അല്ലേ? അത് മാത്രമല്ല പണ്ടത്തെ പോലെ 2 ഗ്ലാസിന്റെ സിംഗിൾ ഗ്ലാസ് ഉണ്ട്, ഉയർത്താൻ പറ്റും അല്ലേ? അത് ഉയർത്താൻ പറ്റും, അവിടെ സ്ക്രൂ വെച്ച് ഉയർത്താൻ പറ്റുന്നതാണ്. എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യം, നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും ആൾക്കാർ വളരെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ആൾക്കാർ കൗതുകം. എല്ലാരും വീഡിയോ എടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എല്ലാവരും ഈ ബൈക്കിലൊക്കെ പോകുന്നവര് ബാക്കിൽ ഓടിക്കുന്ന ആള് ഇങ്ങനെ പതുക്കെ ഓടിക്കും, ബാക്കിൽ ഇരുന്ന ആള് വീഡിയോ എടുക്കും, സൈഡിൽ നിൽക്കുന്നവരൊക്കെ വീഡിയോ എടുക്കും. ഓരോരുത്തരും സാറേ ഒന്ന് ഇത് ഹോൺ അടിക്കാൻ പറയും. അതൊരു വെറൈറ്റി. ഏറ്റവും പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഹോണാണ്. നല്ലൊരു വൈബായിരിക്കണത് ഹോണ്. അതിപ്പോ വേറെ ഒരു വണ്ടിയിലും ഇല്ലല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത.
എന്തെങ്കിലും ഇതുപോലെ പണ്ട് യാത്ര ചെയ്തിട്ടുണ്ടോ ബസ്സില്? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട്. ഈ ഇത്രയും വലിയ ഈ ഫ്രണ്ട് ഇതുപോലെ കാണുന്ന വണ്ടിയിലല്ല, പക്ഷെ ഇങ്ങനത്തെ ബോഡിയുള്ള വണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ബോഡിയുള്ള വണ്ടി. ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇങ്ങനത്തെ വണ്ടികളുണ്ടായത്. ഒരു 20 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചതും ഏതാണ്ട് ഇതേപോലത്തെ മോഡലിലുള്ള വണ്ടി, അശോക ലേലത്തിന്റെ ഭാരത് മോട്ടോഴ്സിൽ പഠിക്കുമ്പം ഇങ്ങനത്തെ വണ്ടിയായിരുന്നു പഴയ. 30 വർഷം മുമ്പ്, 35 വർഷം മുമ്പ്. അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം തന്നെയാണ്. ഇപ്പോ ബസ് ഓടിയിട്ട് 2 ദിവസം ആകുന്നതേ ഉള്ളൂ. ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മള് വാർത്ത കവർ ചെയ്യാൻ വന്നപ്പോ ഇന്നത്തെ ഈ ബസ്സിലെ കണ്ടക്ടർ ചേട്ടനാണ്. എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? കുഴപ്പമില്ല, ആളൊക്കെ നല്ല പ്രതികരണമുണ്ട്. കുഴപ്പമില്ല, എല്ലാം കയറുന്നുണ്ട്. പഴയ നെസ്റ്റാൾജിയ ഒരു അനുഭവം ഉണ്ടല്ലോ. കയറുന്ന പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത് മുമ്പ് കയറിയിട്ടുള്ളതാണ്. അവര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കറിയില്ല, 20 പൈസക്ക് യാത്ര ചെയ്യുന്നു പറയുന്നുണ്ട്. അങ്ങനെ പറയും. എങ്ങനെ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് ബസ് സർവീസ്? അതായത് ഇതൊരു അങ്ങനെ അത്ഭുതത്തോട് കയറുന്നുണ്ട്. ഇങ്ങനെ വേണമെന്ന് പറയുന്നു. ഒറ്റ സർവീസേ ഉള്ളൂ, വേണമെന്ന് പറയുന്നു. നിലവിൽ ഇപ്പോ പേരൂർക്കട മുതൽ ഷെഡ്യൂൾ വരുന്നുണ്ട്. തിങ്കളാഴ്ചയോട് വരും. തിങ്കളാഴ്ച മുതൽ ഷെഡ്യൂൾ ഉണ്ട്. ഇപ്പോ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നോർമൽ, ചേട്ടന് ചെറിയ ദൂരമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരുകൂടെ വരെയുള്ള ആളെ കയറുന്നുള്ളൂ. പുതിയ വണ്ടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു പുതുമയുണ്ട്. 90s ഒക്കെ ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് ബസ്സിൽ പോകുന്നത് അല്ലേ? സൗകര്യമുണ്ട്. കുറെ കൂടെ അനന്തപുരിയെക്കാളും കുറച്ചുകൂടെ സൗകര്യം വരുന്നു. ഒരുപാട് ബസ് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ ഇങ്ങനെ ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങനെ ഒരു യാത്ര പ്രതീക്ഷിച്ചിരുന്നുണ്ടാവില്ലേ? കണ്ടത് അത് നമ്മളെ നഗരത്തിൽ തന്നെ നമ്മള് പഴയൊരു കാലത്തിലൂടെ യാത്ര ചെയ്യാണ്. പഴയൊരു ബസ്സുകൾ ഇറങ്ങുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള ബസ് യാത്രാ സൗകര്യമായിരിക്കും. എങ്ങനെയുണ്ട്? നമ്മുടെ പഴയ കാലത്ത് ഒരു നൊസ്റ്റാൾജിയൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സാണ്. അപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. പണ്ടത്തെ ബസ്സിന്റെ അത് ഒരു ഫീല് കിട്ടണം. ഫീൽ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ പണ്ടത്തെ കാലത്ത് ബസ്സിൽ പോയപ്പോൾ? മറക്കാനാവാത്ത ഓർമ്മ എന്തെങ്കിലും? ബസ് യാത്രകൾ എന്നും നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടാവും. ഒരുപാട് പലതരത്തിലുള്ള ബസ്സിൽ കയറി ഇറങ്ങി. പ്രൈവറ്റ് ആയാലും ഇത് തന്നെ ഇന്നലെ കയറിയപ്പോൾ ഞാൻ ആദ്യം പ്രൈവറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത്. അപ്പോഴാണ് KSRTC ആണെന്ന് അറിയാം. വാർത്തയൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ബസ് ഇറങ്ങിയത്. അറിഞ്ഞില്ല, ആദ്യം ഒന്നും അറിഞ്ഞില്ല. ഇത് കയറിയപ്പോഴാണ് മനസ്സിലായത്, അറിഞ്ഞത്. കൊള്ളാം. പൊളിയാണ്. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ്. പഴയകാല ബസ്സുകളിൽ കയറുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പഴയ കാലത്തേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഇത് വരുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റിയാണ്. കാരണം ബാക്കിയുള്ള ബസ്സുകളിൽ നിന്ന് വേറിട്ടൊരു ബസ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ നഗര കാഴ്ച ബസ്സുകളൊക്കെ പോകുന്ന നമ്മൾ കാണില്ലേ, അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് മിനിസ്റ്ററുടെ പ്രത്യേക ഇനിഷ്യേറ്റീവ് വെച്ച് ചെയ്തെടുത്താണ്. നല്ല രസമുണ്ട്, വളരെ നല്ല അനുഭവമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു നോവൽറ്റി കണ്ടുകൊണ്ടാണ് ഞാൻ കയറിയത്. കാരണം ഞാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. ഓഫീസിൽ പോകുന്ന സമയത്ത് ഒന്നീ ബൈക്ക് അല്ലെ കാറ് അല്ലെ കുറച്ചു കാലം നമുക്ക് സർക്കാർ വാഹനം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഉള്ള സമയത്ത് ഇപ്പം എനിക്കിത് ഞാൻ പലപ്പോഴും ഈ നമ്മുടെ KSRTC ഈ ബസ്സിലാണ് കയറാറുള്ളത്. കാരണം ഒന്നാമത് നീറ്റ് ബസ്സുണ്ട്, സീറ്റ്സ് ഒക്കെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. നിലവിൽ ഈ പറഞ്ഞതുപോലെ പേരൂർക്കട മുതൽ കിഴക്കേക്കോട്ട, പിന്നെ കിഴക്കേക്കോട്ടയിൽ നിന്ന് വീണ്ടും പേരൂർക്കട, ഈ രീതിയിലാണ് സർവീസ് ഉള്ളത്. ഈ സർവീസിൽ തന്നെ നിറയെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു 52ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റിംഗ് ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് കയറുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കൗതുകം കൊണ്ട് കയറുന്നവരുണ്ട്, വളരെ ആകാംക്ഷയോടെ കയറുന്നവരുണ്ട്, യാത്ര ചെയ്യാൻ കയറുന്നവരുണ്ട്, ആ വിന്റേജ് ഓർമ്മകൾ പുതുക്കാൻ കയറുന്നവരുണ്ട്. അപ്പൊ ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ പഴയ കാലത്ത്? പഴയ ഓർമ്മയിലേക്കൊരു കൊള്ളാം. നല്ലൊരു പ്രൊജക്റ്റാണ്. നല്ല പ്രൊജക്റ്റാണ്. നൊസ്റ്റാൾജി വരുന്നുണ്ടോ? പണ്ട് ഇതുപോലത്തെ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പുതുതലമുറയിലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ തോന്നുന്നു പഴയ വിന്റേജ് ബസ്സിലുള്ള യാത്ര? പഴയ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നു. നല്ലൊരു എൻജോയ്മെന്റ് ആണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ബസ്സല്ലേ അല്ലേ? അതെ അതെ, മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഇതില് മൊബൈലിൽ കണ്ടായിരുന്നു. അപ്പൊ ഇതിലിങ്ങനെ കയറാൻ പറ്റിയത് ഒരു സന്തോഷം തോന്നി. പണ്ട് പൈസ ആണയൊക്കെ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഓർമ്മ വരുന്നു. അതെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉള്ള ബസ്സല്ലേ. ഇപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നന്നായിരിക്കുന്നു. ആ. പഴയ ഒരു ഓർമ്മയുടെ ഒരു അതായത് നമ്മള് നെസ്റ്റാൾജിയ എന്ന് പറയും, അതാണ് ഈ ബസ്സിൽ കയറിയപ്പോൾ അനുഭവപ്പെട്ടത്. അടിപൊളി. കൊള്ളാം. എന്നാലും എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുണ്ട്. പണ്ട് കാലത്ത് ഇതുപോലത്തെ ബസ് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഞാനുണ്ടാകുന്ന സമയത്തില്ല. ഇതിപ്പോ കൗതുകം കൊണ്ട് കയറിയതാണ്, യാത്ര കൗതുകം കൊണ്ട് കയറിയതാണ്. ഇങ്ങനെയുണ്ട് പുതുതലമുറയിലെ കുട്ടി എന്ന് പറയുന്നത്. പഴയ ഞാൻ ഇത് റീൽസിലൂടെയാണ് ആദ്യം കാണുന്നത്. ഈ ബസ് കണ്ടപ്പോ എനിക്ക് വളരെ ലൈക്ക് എനിക്ക് പണ്ടത്തെ സിനിമകൾ ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെ ഒരു ബസ് റീൽസിൽ കണ്ടപ്പോ വളരെ ഇഷ്ടമായി. അങ്ങനെ ഇന്ന് എനിക്കിപ്പോ ഒരു ആവശ്യമുണ്ട്, അതിനോടൊപ്പം ഇത് കയറേണ്ടി വന്നൊരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. പുതുതലമുറയുടെ മനസ്സ് കീഴടക്കി നമ്മളെ ഇന്ത്യയുടെ ബസ്. അതെ അതെ അപ്പൊ KSRTC ആകർഷിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. അതെ അതെ തീർച്ചയായിട്ടും. പണ്ട് നമ്മുടെ ഈ നഗരവീതിയിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന അതേ മാതൃകയിൽ തന്നെ ആ മാതൃക ഒന്നും ഒട്ടും ചോരാതെ തന്നെയാണ് ഈ ബസ്സിൽ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാപ്പനംകോട് ആണ് ഈ ഒരു ബസ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ 2 ഗ്ലാസുകള്, അതിന്റെ ഒരു ആകൃതി, ഡ്രൈവർ സീറ്റിന്റെ ക്യാബിൻ അതേ പഴയ ആകൃതി തന്നെയുണ്ട്. സീറ്റുകളായാലും അതുപോലെ തന്നെ ഈ ബസ്സിന്റെ ആകെ മൊത്തം മാതൃക മുഴുവൻ ആ പഴയ കാലത്ത് അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും മനോഹരമായിട്ട് ആ ഒരു പഴയ പഴമ അതൊന്നും നഷ്ടമാകാതെ തന്നെയാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കിപ്പോ ഇതിന് കയറിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയെച്ചാല് കാറ്റ് കിട്ടുന്നതേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വല്ലാത്തൊരു അനുഭൂതി. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് പിന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ബസ്സുകൾ എല്ലാ സ്ഥലത്തും ഓടട്ടെ. യാത്ര സുഖകരം. ഇപ്പം വണ്ടികളെല്ലാം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പഴയ കാല ഓർമ്മ വരുന്നുണ്ടോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ പഴയ 10 രൂപയ്ക്കും 12 രൂപയ്ക്കും പോയ സ്ഥിതിക്കൊക്കെ ഇപ്പൊ 30 രൂപ 40 രൂപ വേറെ ആവണില്ല. അപ്പൊ പിന്നെ എന്താണ്ട് സുഖം. അല്ല, ഈ ബസ്സിന്റെ പ്രത്യേകത അറിയാമോ? നമ്മുടെ പണ്ടത്തെ ആദ്യത്തെ കയറിയതാണ്, അതുകൊണ്ടാണ് ഇത് കയറി നോക്കിയത്. ഈ ബസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ കാലത്തെ ടൈപ്പിലാണ് ഈ ബസ് ചെയ്തിരിക്കുന്നത്. ഓർമ്മയെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ കയറിയത് തന്നെയാണ്. ഇന്നലെ ഞാൻ ഇതുവഴി പോണത് കണ്ടു. എനിക്ക് ഭാഗ്യക്കുറി വെക്കുന്നതാണിത്. അപ്പൊ എനിക്ക് അവിടെ ഇരുന്ന കാണാം. അപ്പൊ ഈ വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം യാത് വണ്ടിയാണെന്ന്. അങ്ങനെ ഞാൻ ഒന്ന് കയറി നോക്കിയത്. യാത്രകളാണ് നമ്മുടെ പഴയ കാല ഓർമ്മ. അത് പണ്ട് ഇതുപോലത്തെ ബസ് യാത്ര ചെയ്തിട്ടുണ്ടോ? പണ്ട് 90 യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലം ഓർമ്മ വരുന്നുണ്ട്. ഷട്ടർ മാത്രല്ല, ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് പഴയ കാലത്തെ ഗ്രില്ല്, അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, കമാനം, അതുപോലെ തന്നെ ഗ്ലാസ്, 2 ഗ്ലാസ് ഉയർത്താവുന്ന ഗ്ലാസ്, ഈ ഗ്ലാസ് 2 തട്ട് ഗ്ലാസ്, ഇതൊക്കെ പണ്ടത്തെ ഓർമ്മകൾ വരുത്തുന്നതാണ്. അപ്പോ സന്തോഷമാണ് എല്ലാവർക്കും. പഴയ 90s-ലുള്ളവർക്കൊക്കെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ട്. അവരുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പഴയ ആ ഒരു മാതൃക നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. KSRTC-യിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബസ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തുടർന്നുള്ള ഒരു റൂട്ട് സർവീസ് ആൾക്കാരുടെ പ്രതികരണം ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ ബസ് റൂട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും നിലവില് ഇപ്പൊ 2 ദിവസം ആയിട്ടേ ഉള്ളൂ യാത്ര തുടങ്ങിയിട്ട്. വളരെ ആകാംക്ഷയോടെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അശ്വിനോടൊപ്പം ആൻസിയസ് ബെഞ്ചമിൻ.